Hello everyone, welcome back to Entry English. This is Arjun Hari. So, ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ കോമൺലി യൂസ്ഡ് സ്ലാങ്സ് ആണ്. നമ്മളിത് എന്തിനു പഠിക്കണം എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും അല്ലേ? സിമ്പിൾ. നമ്മൾ ഇംഗ്ലീഷ് എപ്പോഴും ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഫോറിൻ കൺട്രീസിലേക്ക് പോകുമ്പോഴൊക്കെ ഇത്തരം സ്ലാങ്സ് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ആൻഡ് നമ്മൾ വായിക്കുന്ന സമയത്ത്, കഥകൾ വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്തോ, സിനിമയല്ല മൂവി കാണുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇംഗ്ലീഷിൽ, അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമുക്ക് സാധാരണ വരാവുന്ന ഒരു 10 സ്ലാങ് എന്നങ്ങ് പഠിച്ചാലോ? ഇനി ഈ സ്ലാങ് കയറുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് അന്തം വിട്ട് നിൽക്കരുത്. കാരണം ഈ സ്ലാങ്സ് എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. The first and foremost phrase that we are going to discuss here is cheeky. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ? ഓ ദാറ്റ്സ് cheeky എന്നൊക്കെ പറയാറുണ്ട്. ഈ cheeky എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ കളിക്കായിട്ട്, അതായത് ഒരു രസത്തിന് വേണ്ടി എന്തെങ്കിലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ചീക്കി എന്നൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് മുതിർന്ന ഒരാൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അത് കുറച്ച് തമാശക്ക് നന്ദി ഒന്നും ചെയ്യാതിരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറില്ലേ? ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചീക്കി എന്ന് പറയാം. ദ മീനിങ് ഈസ് പ്ലേഫുള്ളി ഡിസ്റെസ്പെക്ട്ഫുൾ ഓർ ബോർലി ഫൺ. കേട്ടോ, കുറച്ച് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചീക്കി എന്ന് പറയാം. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ആൻ എക്സാമ്പിൾ. ലെറ്റ്സ് ഗ്രാബ് എ ചീക്കി പിൻഡ് ആഫ്റ്റർ വർക്ക്. അടുത്ത എക്സാമ്പിൾ, ഹി ടുക്ക് എ ചീക്കി ഡേ ഓഫ് വിതൗട്ട് ടെല്ലിങ് എനിവൺ. ഒരാളോടും പറയാതെ എന്ത് ചെയ്തു, ഒരു ഡേ ഓഫ് എടുത്തു അല്ലേ? അത് അത്ര നല്ല കാര്യമല്ല, പക്ഷെ ഒരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഒരു ചീക്കി ഡേ ഓഫ് അല്ലേ? ആരോടും പറയാതെ എന്ത് ചെയ്തു, ഒരു ഡേ ഓഫ് അങ്ങ് എടുത്തു. അപ്പൊ ചീക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേഫുള്ളി ഡിസ്റെസ്പെക്ട്ഫുൾ. അത്ര ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കളിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തമാശയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ചീക്കി എന്ന് ഉപയോഗിക്കാം. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്രേസ് ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. നോട്ട് ഓൺലി ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഒരുവിധം സാധനത്തിലൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. നാക്കേഡ്. നാക്കേഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ടയേർഡ് എന്നാണ് അർത്ഥം. ക്ഷീണിച്ചു പോയി കേട്ടോ. ഞാൻ എക്സ്ട്രീംലി ടയേർഡ് ആണെന്ന് പറയാൻ ഇന്നലെ ഐ എം നക്കർ എന്ന് പറഞ്ഞാൽ മതി. ഐ എം നാക്കേഡ്. നോക്കാം, ഫീലിംഗ്ലി അറ്റർലി എക്സോസ്റ്റഡ് ഓർ വോൺ ഔട്ട്. വോൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? ആകെ ക്ഷീണിച്ചില്ലാണ്ടായി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷീണിച്ചില്ലാതായ അവസ്ഥയെ പറയുന്നതിനാണ് നാക്കേഡ് എന്ന് പറയാം. ഐ എം അബ്സല്യൂട്ട്ലി നാക്കേഡ് ആഫ്റ്റർ ദാറ്റ് മീറ്റിംഗ്. ആ മീറ്റിംഗിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് ക്ഷീണിതനായി. ഷീ ലുക്ക്ഡ് നാക്കേഡ് ആഫ്റ്റർ സ്റ്റേയിങ് അപ്പ് ഓൾ നൈറ്റ്. രാത്രി മൊത്തം ഉറക്കമൊഴിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര അധികം ക്ഷീണം അനുഭവപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നക്കേഡ് എന്നുള്ള വാക്ക് വന്നാൽ മറക്കരുത്. എന്നാണ് അർത്ഥം? ക്ഷീണിതനാവുക അല്ലെങ്കിൽ ക്ഷീണിതയാവുക, എക്സ്ട്രീംലി ടയർഡ് ആവുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നക്കേഡ് എന്നുള്ള ഒരു ഫ്രേസ് ഇനി മറക്കരുത്. ദ നെക്സ്റ്റ് ഫ്രേസ് ഇസ് ഗോബ്സ്മാക്ഡ്. ഇത് ഭയങ്കര രസമുള്ള സാധനമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പുതുതായിട്ട് ആദ്യമായിട്ട് അറിയുന്നതായിരിക്കും അല്ലെ? എന്താണ് ഗോബ്സ്മാക്ഡ്? ഈ ഗോബ്സ്മാക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോക്ഡ്, അമേസ്ഡ് എന്നുള്ള അർത്ഥമൊക്കെയാണ്. അതായത് ആശ്ചര്യപ്പെട്ടു, ഷോക്കായി പോയി എന്നൊക്കെ പറയുന്നത് അല്ലെ? ഞാൻ ലൈക്ക് ഐ വാസ് ഷോക്ഡ് എന്നുള്ള പറയുന്നതിന് പകരം നമുക്കിനി മുതൽ ഐ വാസ് ഗോബ്സ്മാക്ഡ് എന്ന് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയാലോ? ഐ വാസ് ഗോബ്സ്മാക്ഡ് വെൻ ഐ ഗോട്ട് ദ പ്രൊമോഷൻ. പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി, ഞാൻ അമേസ്ഡ് ആയി പോയി അല്ലെ? എങ്ങനെ പറയാം? I was gobsmacked when I got the promotion. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. He stood there completely gobsmacked by the surprise. അവൻ ആ സർപ്രൈസ് കണ്ട് ആകെ ആശ്ചര്യപ്പെട്ട് അവിടെ നിന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇനി ആശ്ചര്യപ്പെടുക, ഷോക്ക്ഡ് ആവുക എന്നുള്ളതിനൊക്കെ പകരം നമ്മൾ ഇനി ഉപയോഗിക്കേണ്ട വേർഡാണ് gobsmacked. Do you have a brolly with you? ബ്രോളി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മള് അംബ്രലയ്ക്കാണ് ബ്രോളി എന്ന് പറയാം, കൊട. ഈ കൊട എന്ന് പറയുന്നതിന് പകരം നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ സ്ലാങ് ആണ് ബ്രോളി. ഈ അംബ്രല്ല എന്നൊക്കെ പറയുന്ന കുറേ നിങ്ങളും അല്ലേ? അപ്പൊ അതിന് പകരം എന്താണ് അവർ പറയും? ഹാവ് യു ഗോട്ട് എ ബ്രോളി? എനിക്ക് എന്നിട്ട് കൊട ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് അല്ലേ? എന്താണ്? എ കാഷ്വൽ വേർഡ് ഫോർ അംബ്രല്ല എസെൻഷ്യൽ ഇൻ UK വെതർ. അതായത് UK വെതറിലൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണിത് അംബ്രല്ല എന്ന് പറയുന്നത് അല്ലേ? അതായത് ഈ റെയിൻ എസെൻഷ്യൽസിനൊക്കെ മിക്കവാറും ചില ആൾക്കാരൊക്കെ ബ്രോളി എന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷെ കോമൺലി ഇത് ഉപയോഗിക്കുന്നത് അംബ്രല്ലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ? Don't you forget your brolly, it might rain.
കൊടയെടുക്കാൻ മറക്കരുത്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. I always carry a brolly in my bag just in case. എപ്പോഴും ഞാൻ എന്ത് ചെയ്യും, ബാഗിൽ ഒരു ബ്രോളി, ഒരു കൊട വയ്ക്കും, എന്തെങ്കിലും കേസിൽ മഴ പെയ്താലോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇനി നിങ്ങളെ കൂട്ടുകാരെ ആശ്ചര്യപ്പെടുത്താൻ, അല്ലെ, ഗോപ്സ്മാക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം, അംബ്രല എന്തോ എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് ഡു യു ഹാവ് എ ബ്രോളി എന്ന് ചോദിക്കാം. Hey mate, have you subscribed our channel? Mate, നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ് അല്ലേ mate. Mate എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഇൻഫോർമൽ ടേം ഫോർ എ ഫ്രണ്ട് ഓർ കമ്പാനിയൻ. കൂട്ടുകാരൻ, കമ്പാനിയൻ അല്ലേ, അതിനൊക്കെ സ്നേഹിതനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് mate. ഇത് നിങ്ങൾ എപ്പോഴും ഇംഗ്ലീഷ് ഫിലിംസിൽ നിങ്ങൾ കാണും കേട്ടോ. mate, hey mate, how are you, how do you do, ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. നോക്കാം. all right mate, long time no see. ഈ ലോങ് ടൈം നോ സീ എന്താ അറിയാലോ അല്ലെ, കുറെ കാലമായാലോ കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കാറില്ലേ. അതിന് പകരം അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് ടേമാണ് ലോങ് ടൈം നോ സീ, കുറെ കാലമായാലോ കണ്ടിട്ട് അല്ലെ സംഭവം. ഹി ഈസ് മൈ ബെസ്റ്റ് മേറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി മുതൽ അവൻ എൻ്റെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനാണ് അല്ലെ. അപ്പോൾ ഇനി ഫ്രണ്ട് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം, പാർട്ട്ണർ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം, കമ്പാനിയൻ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം വി ക്യാൻ യൂസ് ദ ടേം മേറ്റ്. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ എങ്ങനെയാ പറയാറ്, എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണെന്നൊക്കെ ലൈക്ക് എന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ആൻഡ് ഫ്രം നൗ ഓൺവേർഡ്സ് യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഫാൻസി. ഫാൻസി എന്നുള്ള വേർഡ് ഉപയോഗിച്ച് നോക്കൂ. ഫാൻസി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ടു ലൈക്ക് ഓർ ഡിസയർ, ഇഷ്ടമാണ് എന്നർത്ഥം. ഒരു ഇൻഫോർമൽ സാധനമാണ് കേട്ടോ, നമുക്കത് എപ്പോഴും ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു വേർഡല്ലേ ഫാൻസി. ഐ ഫാൻസി ടു ഡു ദാറ്റ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. മീനിങ് എന്താണ്, ടു ലൈക്ക് ഓർ ടു ബി അട്രാക്റ്റഡ് ടു സംതിങ് ഓർ സംവൺ. ആരെങ്കിലും കണ്ടാലോ അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഫാൻസി ഉപയോഗിക്കാം കേട്ടോ. നോക്കാം. ഐ റിയലി ഫാൻസി എ കപ്പ് ഓഫ് ടീ. എനിക്കിപ്പോ ഒരു കപ്പ് ഓഫ് ടീ കിട്ടിയാൽ, ഒരു കപ്പ് ചായ കിട്ടിയാൽ എന്ന് ആഗ്രഹമുണ്ട് അല്ലെ. ഐ റിയലി ഫാൻസി, എനിക്കിപ്പോ നന്നായിട്ടൊരു ആഗ്രഹമുണ്ട് എന്ത്, ഫോർ എ കപ്പ് ഓഫ് ടീ. ഡു യു ഫാൻസി ഗോയിങ് ഔട്ട് ടു നൈറ്റ്? നിനക്കത് പുറത്തു പോകാൻ ആഗ്രഹമുണ്ടോ? ഡു യു ഫാൻസി ഗോയിങ് ഔട്ട് ടു നൈറ്റ് അല്ലെ. അപ്പോൾ നിനക്ക് വേറെ ആൾ ഇഷ്ടമാണോ എന്ന് എങ്ങനെ ചോദിക്കാം, അത് കമന്റിൽ ഒന്ന് അല്ലെ. നിനക്ക് അരവിന്ദിന് ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അജയനെ ഇഷ്ടമാണോ, നിനക്ക് അനുരാധയെ ഇഷ്ടമാണോ, നിനക്ക് ഫാത്തിമയെ ഇഷ്ടമാണോ എന്ന് നമുക്ക് ചോദിക്കാറില്ലേ. അത് ഈ ഫാൻസി വെച്ചിട്ട് എങ്ങനെ പറയാം, ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടു കേട്ടോ. ഒരു ശരാശരി മലയാളിക്ക് എന്തായാലും ഈ വേർഡ് വേണ്ടി വരും. ഒരു മാസത്തിന് പകുതിക്ക് അപ്പുറമാണെങ്കിൽ എന്തായാലും വേണ്ടി വരും. സോ ദ നെക്സ്റ്റ് വേർഡ് ഈസ് സ്കിൻഡ്. ഇറ്റ് മീൻസ് ഔട്ട് ഓഫ് ക്യാഷ്. എന്താ അർത്ഥം, പൈസ ഇല്ല, പൊട്ടിപ്പാളീസ് ആയിരിക്കുകയാണെന്ന്. ഫിനാൻഷ്യലി പൊട്ടിപ്പാളീസ് ആവുന്നതിനാണ് നമ്മൾ എന്താ പറയാ, സ്കിൻഡ്, പൈസ ഇല്ലാത്ത അവസ്ഥ അല്ലെ. ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ അവസ്ഥയിലായിരിക്കും. അപ്പൊ അതെന്തായാലും വേണ്ടി വരും, എന്തായാലും പഠിച്ചേക്ക് കേട്ടോ. മീനിങ് ഹാവിങ് നോ മണി, ഫിനാൻഷ്യലി ബ്രോക്ക് അല്ലെ. ഒന്നെങ്കിൽ പൈസ ഇല്ലാത്ത അവസ്ഥ, അതായത് ഫിനാൻഷ്യലി ബ്രോക്ക് ആയ അവസ്ഥയിനൊക്കെ നമ്മൾ എന്താണ് പറയാ, സ്കിൻഡ് എന്നാണ് പറയാ. എക്സാമ്പിൾ നോക്കിയാലോ. ഐ എം സ്കിൻഡ് ടിൽ പേഡേ, ഐ കാൻറ്റ് ജോയിൻ യു. പെയ്ഡേ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ വേർഡ് നോക്കിക്കോട്ടാ, പെയ്ഡേ നോക്കൂ, പെയ്ഡേ, സാലറി കിട്ടുന്ന ദിവസത്തിനാണ് പെയ്ഡേ എന്ന് പറയുക കേട്ടോ. ഐ എം സ്കിൻഡ് ടിൽ പെയ്ഡേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സാലറി കിട്ടുന്ന ദിവസം വരെ ഞാൻ ബ്രോക്കാണ്, പൈസ ഒക്കെ തീർന്നു, ഇനി എന്തെങ്കിലും ഒരു രക്ഷ വേണമെങ്കിൽ സാലറി കിട്ടണം. ഐ കാൻ ജോയിൻ യു, എനിക്ക് നിന്റെ ഒപ്പം വരാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവില്ലേ, സിനിമയ്ക്ക് വരണമെന്നൊക്കെ ചോദിക്കും അല്ലെ, അല്ലെങ്കിൽ മൂവി കാണാൻ വരണോ, അല്ലെങ്കിൽ ബിരിയാണി മന്തി കഴിക്കാൻ വരണമെന്നൊക്കെ ചോദിക്കും. നമ്മളതിൽ പൈസ ഉണ്ടാവില്ല. നമ്മളെന്താ പറയാറ്, ശമ്പളം കിട്ടുന്നവരെ ഒരു വഴിയിൽ ഒരു വകയില്ല, ഒരു വകുപ്പില്ല എന്ന് പറയാറ്. ഫ്രം നൗ ഓൺവേർഡ്സ് യു ക്യാൻ ടെക്സ്റ്റ് ലൈക്ക് ദിസ്, ഐ എം സ്കിൻഡ് ടിൽ പേഡേ, ഐ കാൻറ്റ് ജോയിൻ യു. ഷീ ഈസ് സ്കിൻഡ് ആഫ്റ്റർ ഹെർ ഹോളിഡേ സ്പ്ലഡ്ജ്. ഹോളിഡേ കഴിഞ്ഞിട്ട് ആ ഒരു എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞപ്പോഴേ, ആ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴേ, ഷീ ഈസ് സ്കിൻഡ്, അവിടെ അതിലൊരു പൈസ ഇല്ല, ഷീ ഈസ് ബ്രോക്ക്. അപ്പൊ ഇനി മുതൽ ഐ എം ബ്രോക്ക് എന്ന് പറയുന്നതിന് പകരം ഐ എം സ്കിൻഡ് എന്ന് പറയാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട രണ്ട് വേർഡ്സ് ആണ്. ഒന്ന് chuffed, രണ്ട് gutted. ഈ chuffed എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പ്രൗഡ് ഓർ റിയലി പ്ലീസ്ഡ്. ഭയങ്കര അഭിമാനം തോന്നുകയോ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്ന സമയത്ത് നമ്മൾ chuffed എന്ന് ഉപയോഗിക്കാം. ഐ എം സോ ഹാപ്പി എന്ന് പറഞ്ഞതിന് പകരം ഐ എം സോ chuffed എന്ന് ഉപയോഗിക്കാം. ഐ എം chuffed to bets with my results. എൻ്റെ റിസൾട്ട്സ് വന്നപ്പോൾ ഐ എം chuffed. എന്താ അർത്ഥം, ഞാൻ ഭയങ്കര അഭിമാനം കൊണ്ട് നിൽക്കുകയാണ്, ഞാൻ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഐ എം സോ ഹാപ്പി എന്ന് പറയുന്നത് ഐ എം chuffed എന്ന് പറയാം അല്ലെ. ഇനി രണ്ടാമത്താണ് ഗട്ടഡ്. ഇത് അത്ര രസമുള്ള സാധനമല്ലോ കേട്ടോ. എന്താ ഗട്ടഡ് എന്ന് പറയാൻ അറിയോ,
ഡീപ്ലി ഡിസപ്പോയിന്റഡ് ഓർ അപ്സെറ്റ്. ഭയങ്കര അപ്സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്, നിരാശയായിട്ടിരിക്കുന്നതിന്റെ സംഭവത്തിനാണ്. ഡീപ്ലി നിരാശയായിട്ടിരിക്കുന്നതിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താണ്? ഗട്ടഡ്. ഓക്കെ, ഐ വാസ് ഗട്ടഡ് വെൻ ഐ മിസ് ദ കൺസേർട്ട്. ആ കൺസേർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗാനമേള എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ആ കൺസേർട്ട് മിസ്സായപ്പോൾ ഐ വാസ് ഗട്ടഡ്. എന്ത് രസമല്ലേ പറയാൻ, ഐ വാസ് സോ സാഡ് എന്ന് പറയുന്നത്. ഐ വാസ് ഗട്ടഡ് അല്ലേ. ആ ഗാനമേള മിസ്സായപ്പോൾ അല്ലെങ്കിൽ കൺസേർട്ട് മിസ്സായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. സോ ഇനി നെക്സ്റ്റ് വേർഡിലേക്ക് കിടക്കാം. സോ ദ ലാസ്റ്റ് വേർഡ് ഈസ് ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു നമ്മൾ പറയാറില്ലേ, ആ ചെങ്ങായി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, ബേസിക്കലി അല്ലേ. അപ്പോൾ ഒരു പുരുഷന് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുന്ന സാധനമാണ് ബ്ലോക്ക്. ദ ബ്രിട്ടീഷ് ഗായ്. എന്താണ്? ആൻ ഇൻഫോർമൽ ടേം ഫോർ എ മാൻ ഓർ എ ഗായ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞതിൽ മിക്കവാറും വേർഡ്സ് ഇൻഫോർമൽ ആണ്. യു ഷുഡ് നോട്ട് യൂസ് ദീസ് ടേംസ് ഇൻ യുവർ ഫോർമൽ റൈറ്റിംഗ്സ് ഓർ കോൺവെർസേഷൻസ്. മാക്സിമം ഒഴിവാക്കാൻ നല്ലത്. ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാഷ്വൽ കോൺവെർസേഷനിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു ആളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ഫോർമൽ ആയിട്ടാണോ സംസാരിക്കാത്തത്? ആ പുരുഷനെ ഞാൻ ഇന്ന് കണ്ടു, അങ്ങനെയൊന്നുമല്ല പറയാറ് അല്ലേ. ചെങ്ങനെ ഞാൻ ഇന്ന് കണ്ടു എന്നാ പറയാറ്. അത്തരത്തിലുള്ള സ്ലാങ് വേർഡ്സ് നമ്മൾ പഠിക്കണം, നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ബ്ലോക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ആൻ ഇൻഫോർമൽ ടേം ഫോർ എ മാൻ ഓർ ഗായ്. ഒരാൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആ ചെങ്ങായി, ആ പയ്യൻ എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പയ്യൻ നമ്മൾ ഉപയോഗിക്കില്ല, അതിന് ഷാഡ് എന്നുള്ള ഉപയോഗിക്കും. നമ്മളിവിടെ ബ്ലോക്ക് എന്ന് പറയുന്നത് കുറച്ച് മുതിർന്നായിട്ടുള്ള ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ബ്ലോക്ക്. എക്സാമ്പിൾ നോക്കാം. ഹീസ് എ നൈസ് ബ്ലോക്ക് വൺസ് യു ഗെറ്റ് ടു നോ ഹിം. അയാളെ അറിയാൻ പറ്റും, അയാളെ നിങ്ങൾ ഒരു വട്ടം പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി അയാൾ നല്ലൊരു ബ്ലോക്കാണ്. എന്താണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ? നല്ലൊരു മാന്യനായിട്ടുള്ള വ്യക്തിയാണ് അല്ലേ. നമ്മുടെ കുമ്പളങ്ങി നെക്സിൽ പറയല്ലേ, സാറ് മാന്യനാണ് നമുക്ക് പറയുന്ന പോലെ യു ആർ എ ബ്ലോക്ക്. മാന്യനായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ ബ്ലോക്ക് എന്ന് പറയാം. എന്നാലും മാന്യൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കോമൺലി ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, പുരുഷൻ. ഏത് പുരുഷനെയും നമുക്ക് ബ്ലോക്ക് എന്ന് വിളിക്കാം. സം ബ്ലോക്ക് ആസ്ക് മീ ഫോർ ഡയറക്ഷൻസ്. കുറച്ച് ആൾക്കാർ എന്നോട്, അല്ലെങ്കിൽ കുറച്ച് പുരുഷന്മാർ എന്നോട് വന്നിട്ട് വഴി ചോദിച്ചു എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ പറയാം? സം ബ്ലോക്ക് ആസ്ക് മീ ഫോർ ഡയറക്ഷൻസ്. നോക്കൂ, അപ്പൊ ഈ പഠിച്ച 10 നിങ്ങൾ പഠിക്കണം. ഈസി അല്ലേ, സിമ്പിൾ ആണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ? സിമ്പിളായിട്ട് ഇത് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത്, വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുന്ന സമയത്തൊക്കെ ഇടുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ പഠിച്ച വേർഡ്സ് ഉണ്ടല്ലോ, ആ വേർഡ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 ഒരു നേറ്റീവ് ഫ്രേസസ് ഉണ്ടാവില്ലേ, ഇപ്പോൾ പഠിച്ചതിൽ 5 ഇഷ്ടപ്പെട്ട്, അത് വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കി കമന്റ് ബോക്സിൽ ഇടണം ഇപ്പോൾ. ഓക്കെ, മറക്കരുത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇംഗ്ലീഷ് ലേണിംഗ്. കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദിവസവും ഒരു 10-20 മിനിറ്റ് എങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് പഠിക്കുക. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കട്ടെ. നിങ്ങളെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക.